അത് ഇവിടെ പഞ്ചഭാഗത്തേക്ക് വയ്ക്കാം. ഞങ്ങളുടെ പുറത്ത് നാക്കളിയിൽ വെക്കേണ്ട നാക്കളുടെ പുറത്ത് വയ്ക്കാം. വെള്ളം ഇതൊക്കെ ഇങ്ങോട്ട് ചെറിയ അളി ഇങ്ങോട്ട് ചെറിയ അളിയിലെ ആ വെള്ളം അരി പൂവ് ചന്ദനം ഒന്നിച്ചിട്ട് ചെറിയ അളി വെക്കും. ഇത് ആ വലിയ കവറിനകത്ത് പിന്നെയും 3 സാധനങ്ങൾ ഉണ്ടാവും. ദർപ്പട 3 സാധനങ്ങൾ ഉണ്ടാവും. ദർപ്പ 3 സാധനങ്ങൾ, ദർപ്പട 3 ദർപ്പട 3 സാധനങ്ങൾ. ഇതാണ് പവിത്രമോദം. ഇവിടെ ശ്രദ്ധിച്ചൂട്ടാ, അതാണ് പവിത്രമോദം. പവിത്രമോദം എടുക്കുക. ഇങ്ങനെ വലത് കൈയിലെ മോതിരം കഴിഞ്ഞിടുക. അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാവരും പവിത്രം കയ്യിലിട്ടിട്ടുണ്ട്. കുറുമ്പുല്ല് നാക്കലയിൽ വെച്ചിട്ടുണ്ടാവും. ഊർച്ചം തെക്ക് തലപ്പാറ്റി വെച്ചിട്ടുണ്ടാവും. തർപ്പണം ചെയ്യാനുള്ള വെള്ളം നിങ്ങളുടെ ഇടത് മുട്ടിൻ്റെ ഭാഗത്ത് വയ്ക്കും. ഇടത് മുട്ടിൻ്റെ ഭാഗത്ത് വയ്ക്കുക. അതുപോലെ ചെറിയ ഇലയിൽ എള്ളും അരിയൊക്കെ ഇട്ടുണ്ടാവും. ചന്ദനം, തുളസി. അത് വലിയ ഇലയിൽ മുട്ടണ്ട, അത് വലത് മുട്ടിൻ്റെ ഭാഗത്ത് വയ്ക്കുക. വലത് മുട്ടിൻ്റെ, അതായത് വലിയ ഇലയിൽ കുറുമ്പുല്ലും ഊർച്ചം മാത്രമേ പാടുള്ളൂ. ശരി, നല്ലോണം പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ സന്നിധാനത്ത് നമുക്ക് പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നതിന് വേണ്ടി ചില തർപ്പണം നിങ്ങൾ ചെയ്യാൻ പോകുന്നു. കർക്കിടക വാവ്, ബലിതർപ്പണം. പിതൃക്കൾക്കെല്ലാം മോക്ഷം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാം അറിഞ്ഞറിയാതെ പോയിട്ടുള്ള എല്ലാ പിതൃക്കൾക്കും മോക്ഷം കിട്ടാൻ വേണ്ടി അവിടെ ചില ഹോമവും ചെയ്യുന്നുണ്ട്. തർപ്പണത്തിന് ശേഷം അവിടെ പോയി പ്രാർത്ഥിക്കാവുന്നതാണ്. അവിടെ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാം. ചൊല്ലിക്കൊള്ളൂ. കണ്ണടച്ച് 1 മിനിറ്റ് നമ്മുടെ കുടുംബത്തിലെ അച്ഛൻ്റെ വഴിക്കുള്ള, അമ്മയുടെ വഴിക്കുള്ള എല്ലാ പിതൃക്കളെയും 1 മിനിറ്റ് അറിയാതെയായിട്ടുള്ള എല്ലാവരെയും ഒന്ന് കണ്ണടച്ച് അവർ ധ്യാനിക്കും. ഈ വാവ് ദിവസമാണ് പിതൃക്കൾക്കുള്ള ദിവസം. മഹാദേവന്റെ സന്നിധാനത്ത് ചെയ്യാൻ കഴിയുന്നതന്നെ വളരെ പുണ്യം. ചൊല്ലിക്കോളൂ. ഗണപതി ഭഗവാനെ എന്നോട് പ്രാർത്ഥിച്ചോളൂ. ശ്രീ മഹാഗണപതയേ നമഃ. ശ്രീ മഹാദേവായ നമഃ. ശ്രീ കുലദേവതായേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. അസ്മത് വർഗദ്വയ പിതൃഭ്യോ നമഃ. ചൊല്ലിക്കോളൂ. മമ ഉപാത്ത സമസ്ത ദുരിതക്ഷയ ദ്വാര പരമേശ്വര പ്രീത്യർത്ഥം അസ്മാകം വർഗദ്വയ പിതॄണാം അക്ഷയ തൃപ്ത്യർത്ഥം മോക്ഷ സിദ്ധ്യർത്ഥം കർക്കടക അമാവാസ്യ പുണ്യദിനേ തിലതർപ്പണം കരിഷ്യേ. കണ്ണു തുറന്ന് കൈ ആ വെള്ളത്തിൽ ഒന്ന് മുക്കി, കൈ വലത് കൈ മാത്രം ഒന്ന് ശുദ്ധിയാക്കുക. വലതുവശത്തുള്ള ആ എള്ളും അരിയും 1 പിടി കയ്യിലെടുക്കുക. കൈയെടുത്തിട്ട് പിതൃക്കളെ ധ്യാനിക്കുക.
വർഗദ്വയ പിതൃഭ്യോ നമഃ അങ്ങനെ മറിച്ചിട്ടാണ് ഇടുന്നത്. ആവാഹയാമി ഇട്ടുള്ളൂ, അങ്ങനെ ഇട്ടുള്ളൂ. വീണ്ടും ഒരു പിടി സമർപ്പിച്ചു, വീണ്ടും ഒരു പിടി, വീണ്ടും അരിയെടുത്ത് സമർപ്പിക്കുക. ആസനാദി ഉപചാരാന് സമർപ്പയാമി. വീണ്ടും മറിച്ചെന്നെ തർപ്പണം എല്ലാം ഇനി പിതൃക്കൾ കൊടുക്കുന്ന എല്ലാം മറിച്ചിട്ടാണ്. ചന്ദനം ഉണ്ടാവും, തുളസി ഉണ്ടാവും. ആ തുളസി എടുക്കുക, ആ ജലത്തിൽ മുക്കിയിട്ട് 3 പ്രാവശ്യമായിട്ട് എടുത്തിടുക. ജലം സമർപ്പയാമി 3 പ്രാവശ്യം, 3 തവണയായിട്ട് 3 തുളസി എടുക്കുക. തുളസിയുണ്ട്, ധാരാളമുണ്ട്. ജലം സമർപ്പയാമി. പിന്നെ വീണ്ടും അതുപോലെ 3 തവണയായിട്ട് 3 തുളസി എടുത്തിട്ട് ചന്ദനത്തിൽ തൊട്ട് സമർപ്പിച്ചോളൂ. ഗന്ധം സമർപ്പയാമി, ഗന്ധം സമർപ്പയാമി, ഗന്ധം സമർപ്പയാമി. വീണ്ടും തുളസി മാത്രമായിട്ട് സമർപ്പിച്ചോളൂ. പത്രപുഷ്പം സമർപ്പയാമി 3 തവണ 3 പ്രാവശ്യം 3 തുളസി. പത്രപുഷ്പം സമർപ്പയാമി, പത്രപുഷ്പം സമർപ്പയാമി. വീണ്ടും ഒരു പിടി എള്ളും അരിയെടുത്തു, കയ്യിൽ വലത് കയ്യിൽ നിറച്ചെടുക്കും. ഇടത് കയ്യിൽ ആ വെള്ളത്തിൻ്റെ പാത്രം വെച്ചോളൂ. 3 പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിക്കണം, തർപ്പണം ചെയ്യണം. ഇടത് കൈയിൽ നിന്ന് വലത് കൈ ഒഴിച്ചിട്ട് വലത് കൈയിൽ നിന്നാണ് തർപ്പണം ചെയ്യുന്നത്. തിലതർപ്പണം സമർപ്പയാമി വർഗദ്വയ പിതൃഭ്യോ നമഃ. തിലതർപ്പണം സമർപ്പയാമി വർഗദ്വയ പിതൃഭ്യോ നമഃ. തിലതർപ്പണം സമർപ്പയാമി. വീണ്ടും ഒരു പിടി എള്ളും അരി എടുത്തോളൂ. ആ ഇടത് കയ്യിലുള്ള വെള്ളം കയ്യിലെടുക്കുക. 3 തവണയായിട്ട് സമർപ്പിക്കണം. 3ാമത്തെ തവണ ആ വെള്ളം മുഴുവനും ഒഴിക്കണം. വർഗദ്വയ പിതൃഭ്യോ നമഃ പറഞ്ഞോളൂ. നിങ്ങൾ ഏറ്റു ചൊല്ലണം കേട്ടോ. യേശാന്ന മാതാ ന പിത ന ബന്ധു ന അന്യ ബാന്ധവാഹ തേ സർവേ തൃപ്തിമായാന്തു മയോ സൃഷ്ടൈഃ തിലോദകൈഃ. ഒഴിച്ചോളൂ. തൃപ്യത തൃപ്യത. 3ാമത്തെ പ്രാവശ്യം വെള്ളം മുഴുവൻ ഒഴിക്കണം, വെള്ളം ബാക്കി വെക്കണ്ട. തൃപ്യത. ഗണിട്ടുള്ളൂ. കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചോളൂ, കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചോളൂ, ഗണിച്ചിരുന്ന് പ്രാർത്ഥിച്ചോളൂ. അന്യഥ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാനിധേ മഹാപ്രഭോ രക്ഷ രക്ഷ മഹാദേവാഗ്രമഃ. ജനാർദ്ദന നാരായണ 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 ശിവ ശിവ ശിവ. വീണ് പിതൃക്കളുടെ പാദത്തിൽ വീണ് നമസ്കരിക്കണോ, നമസ്കരിക്കണം. കാല് പിടിക്കുന്ന പോലെ കാല് പിടിക്കുന്ന നമസ്കരിക്കും. കയ്യിലുള്ള പവിത്ര മോതിരം കെട്ടഴിക്കുക, ഊര കെട്ടഴിക്കുക, എന്നിട്ട് ചെറിയ ഇലയിൽ വെക്കുക. പവിത്ര മോതിരം ഊരി കെട്ടഴിച്ച് ആ ചെറിയ ഇലയിൽ വെച്ച ആ ചെറിയ ഇല വലിയ നാക്കളയിൽ വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് 2 കൈ കൊണ്ടും ആ നാക്കളി ഇതെടുക്കുക. എടുത്തിട്ട് പ്രാർത്ഥിച്ച് കുളത്തിന്റെ വക്കത്ത് കൊണ്ട് സമർപ്പിച്ചിട്ട് 3 മുങ്ങി കുളിച്ചിട്ട് യഥാശക്തി ദക്ഷിണ അവിടെ സമർപ്പിച്ച് നിങ്ങൾക്ക് അകത്ത് പോയി തിലഹോമത്തിന്റെ അവിടെ, അതുപോലെ സായുജ്യം വരുത്താനാണ് പിതൃക്കൾക്ക് സായുജ്യം വരെയാണ് തിലഹോമം കഴിക്കുന്നത്. തിലഹോമം ചീട്ടാക്കി തിലഹോമം കഴിക്കുക, ഭഗവാനെ കണ്ടു തൊഴുക. ഇല മാത്രം എടുത്താൽ മതി, നിങ്ങൾ വേറെ ഒന്നും എടുക്കണ്ട. ഉണ്ടാവും